ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പാവയ്ക്ക തീയലാണ്. പാവയ്ക്ക തീയൽ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഇതിൽ നിന്ന് ഒരു പാവയ്ക്ക എടുക്കുന്നുണ്ട്. ഇനി അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. തീയലിനുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തീരെ കനം കുറച്ച് വേണം കേട്ടോ എടുക്കാൻ. പാവയ്ക്കൊക്കെ കട്ട് ചെയ്തത് നമുക്ക് മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് അരപ്പിനാവശ്യമായ തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു പകുതി മൂപ്പായി വരുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ എരിവിനാവശ്യമായ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേപ്പിലയും അതുപോലെ വളരെ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. പാവയ്ക്ക തീയൽ മാത്രമല്ല കേട്ടോ, നമ്മൾ ഏത് തീയൽ തയ്യാറാക്കുമ്പോഴും ഇതുപോലെ തേങ്ങ വറുക്കുമ്പോൾ ഒരു പാകം നോക്കി എടുത്തില്ലെങ്കിൽ കറിക്കൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. തേങ്ങ നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകും, ഒരു മൊരിഞ്ഞു വരുന്നൊരു പാകത്തിലെത്തും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരയ്ക്കണം. അതിനുശേഷം ഒരല്പം വെള്ളവും കൂട്ടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പാവയ്ക്ക വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും, ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ട് നമ്മളിനി മുളക് പൊടി ചേർക്കുന്നില്ല. പിന്നെ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പാവയ്ക്ക ചെറുതായി ഒന്ന് വഴണ്ടി വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പാവയ്ക്കൊക്കെ നന്നായിട്ട് വഴണ്ട് കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ ഉരുള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളമാണ് കേട്ടോ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പ് തയ്യാറാക്കിയ ജാറിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അതാണ് കേട്ടോ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളുണ്ടല്ലോ ഇങ്ങനെയുള്ള കറികളൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പച്ചവെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പാവയ്ക്ക വഴറ്റിയപ്പോൾ മാത്രമാണ് ഒരല്പം ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇതിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറവ് ചേർക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് വളരെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അരപ്പ് തയ്യാറാക്കുന്നതിന് തേങ്ങ വറുത്തപ്പോൾ അതിലേക്ക് ഉലുവ ചേർത്തതാണ് കേട്ടോ. എന്നാലും ഇതുപോലെ വറവിടുമ്പോൾ ഉലുവ ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി അതിലേക്ക് വറ്റൽമുളകും അതുപോലെ വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പാവയ്ക്ക തീയൽ തയ്യാറായിട്ടുണ്ട്. മൺചട്ടിയിൽ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഒത്തിരി സമയം ഇതിൽ ചൂട് നിൽക്കും കേട്ടോ. അതുകൊണ്ട് ഇതിലിരുന്ന് തന്നെ കറി ഒന്ന് ഇതുപോലെ കുറുകി വരും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.